തേങ്ങ വെള്ളം എനിക്ക് വേണം കേട്ടോ. തേങ്ങ വെള്ളം പുട്ടുണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിൽ ആ പുട്ടിൻ്റെ ഇതിലേക്ക് പറഞ്ഞാൽ നല്ല രസമായിക്കാരം പറഞ്ഞു. ഇതെനിക്ക് തേങ്ങ വെള്ളം വേണ്ടല്ല. എന്താ നമുക്ക് പറഞ്ഞു നോക്കുക, രസമുണ്ടോ നോക്കുക. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സന്തോഷത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്നും ഒരു ഡെയിൻമൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെയിൻമൈ ലൈഫ് എന്ന് പറയുമ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടങ്ങോട്ട് ചുടാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തേങ്ങ പൊളിച്ചൊക്കെ വെച്ചിന് വൈകുന്നേരം. അത് ഇന്നലെ രാത്രി പോവട്ടെ ആവൂലൊക്കെ കൊഴിച്ചങ്ങോട്ട് തിന്നപ്പം പിന്നെ കിട്ടീന്. അടുക്കളയൊക്കെ പുട്ടുമ്പോഴെടുത്താണ് വന്നപ്പോൾ തന്നെ ബോട്ട് തേങ്ങ പൊളിച്ചാൽ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോയാണ്ട് നിങ്ങൾ പൊളിച്ച ഞങ്ങൾ കണ്ടില്ലേ. വേറെ ഒന്നുമല്ല ഞങ്ങളെ പാര പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞമ്മക്കത് പാരാവുമല്ലോ. പിന്നെ അരിയക്കത്തോട് കൊത്തി പൊളിച്ചുണ്ടാക്കണ്ടേ. ഇന്നലെ പൊളിച്ച തേങ്ങ എടുത്താണ് പിന്നെ ഓല് ഇന്നലെ അന്തിക്ക് അവലാണ് കൊഴിച്ചപ്പം പിന്നെ അവലിക്കാണ് ഇട്ടും ചെയ്തിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നാളെ പുട്ടിക്കിടാളല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നാളെ രാവിലെ പൊളിച്ച് തരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നാണ് പുട്ടുമ്പുഴ എടുത്തപ്പോൾ തന്നെ ഞാൻ ബോട്ടി പുറത്ത് പോയാണ് തേങ്ങക്ക് ഇങ്ങനെ പറയാതെ തന്നെ പൊളിച്ച് തരുന്നുണ്ട് കേട്ടോ. മറ്റേത് ഞാനിങ്ങനെ ഒരു തേങ്ങ പൊളിച്ച് തരുമോ എന്നൊക്കെ നല്ല ചോദിച്ചതാണ് കേട്ടോ രാവിലെ നീച്ചാണ്ട്. അപ്പോൾ തേങ്ങ പൊളിച്ചപ്പോൾ പിന്നെ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ അത് പൊട്ടിച്ചിരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ വെള്ളം എനിക്ക് വേണം കുടിച്ചാനല്ല. നമ്മളെ പുട്ടുംപൊടി കുതിർത്തുമ്പോൾ മൈക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുതിർത്തുന്ന വെള്ളത്തിൽ കൂടെ പാർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി രസം കിട്ടുമല്ലോ പുട്ട് എന്നൊക്കെ പറയണ കേൾക്കാം. പിന്നെ നമ്മൾ തേങ്ങ കിട്ടാണെന്നല്ലേ ഏതായാലും ഉണ്ടാക്കുക. തേങ്ങ ഇല്ലാത്തൊരു അവലൊക്കെ ഇട്ട് ഉണ്ടാക്കൂലേ. നമുക്ക് പിന്നെ തേങ്ങക്കൊന്നും വലിയ പഞ്ചല്ല കേട്ടോ. അപ്പോൾ ഹിസുട്ടി നീച്ച് വന്നീനിട്ടോ. അപ്പോൾ ഹിസുട്ടി തേങ്ങ പൊളിച്ചിട്ട് കണ്ടാണ്ട് പറഞ്ഞു വെള്ളം എനിക്ക് മണം കുടിച്ചാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഹിസുട്ടി വെച്ച് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തും ചെയ്തിന് കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞാൽ കുറച്ചങ്ങൾ എടുത്തോളും വെച്ച് ഓള് തന്നത് ഞാൻ പുട്ടുംപടിക്ക് അങ്ങോട്ട് പാർന്ന് കൊടുത്തും ചെയ്ത്. ഏതായാലും ഇപ്പോൾ ആ പുട്ട് എന്നത്തേങ്ങാട്ടിലും ടേസ്റ്റ് ഉണ്ടോക്കൊന്ന് നമുക്ക് നോക്കും ചെയ്യാം. പുട്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ. മുറ്റത്ത് ഒരുപാട് ചണ്ടിയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒന്ന് ആ ചണ്ടിയൊക്കെ ഒന്നാണ് തോണ്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയാക്കാറല്ലോ. അപ്പോത്തിന് ഇതാ പെരും മയങ്ങൾ പെയ്യണിട്ടോ. ഇനി പഠിച്ചു തരാനൊന്നും ഇപ്പം കൂടുതല മഴയൊക്കെ എന്നാൽ ചോരട്ടെ. അപ്പോത്തിന് ഇനി റീനും റീഫൊക്കെ മദ്രസിട്ട് വരും. ചിലപ്പോൾ ഒക്കെ ഓരോട് അങ്ങോട്ട് അടിച്ചേരിപ്പിച്ചിട്ടോ. ഞാൻ രണ്ട് ചൂല അങ്ങോട്ട് കൊടുത്താൽ 2 ഭാഗം പോയി അടിച്ചേരിക്കൊള്ളി എന്നൊക്കെ പറഞ്ഞാണ്ടേ മുറ്റം ഞാൻ പിന്നെ അടിച്ചേരിപ്പിച്ചിട്ടോ. പിന്നെ അവർക്ക് പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ടേ ചിലപ്പം രാവിലേക്കാരും പരീക്ഷ, ചിലപ്പം ഉച്ചക്കേക്കാരും പരീക്ഷ. അങ്ങനെ മദ്രസിട്ട് വന്ന പാടന്നെ ഞാൻ എന്താ പറയുക ഓരോട് വേഗം പോയാണ് മുറ്റടിച്ചേരിക്കൊള്ളി എന്നൊക്കെ പറയലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓർക്കത് ചേലായി. പിന്നെ ഓര് രണ്ടാളും മുറ്റടിച്ച് തരാനാണ്ട് ഇറങ്ങലാണ് കേട്ടോ. മുറ്റം അത്യാവശ്യം അടിച്ചു തരാനുണ്ടേനും. ചിലപ്പോൾ പിന്നെ നേരത്തൊക്കെ സ്കൂൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്ക് മുറ്റടിച്ച് തരാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചേരലും തുടക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം തോണ്ടി എന്നാലും ഉള്ളൂട്ടോ. എന്നാലേ നമുക്ക് പിന്നെ മനസ്സിലൊരു സമാധാനമാവുള്ളൂ. മുറ്റക്കെട്ട് അടിച്ചേരലും അതൊക്കെ എന്നാൽ അടിച്ചേരാൻ തുറച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചാണ് കയറുമ്പോൾ മനസ്സൊക്കെ തന്നെ റാഹത്താവുള്ളൂ. അല്ല മഴ പെയ്താൽ പിന്നെ മുറ്റടിച്ചേരൽ പിന്നെ ഒന്ന് കണക്കായി ചെയ്തിട്ട് എന്നാലും അകടിച്ചേരി തുടക്കാതെ നിൽക്കൂല. അപ്പം നമ്മളെ കുക്കറിൽ വെച്ചതിന് കടലക്കറിയൊക്കെയാണ് വെന്താണ് അങ്ങോട്ട് തോമിച്ചിച്ചത്. പുട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അതുകൊണ്ട് ചുട്ടെടുത്തും ചെയ്തേക്കണേ. അതൊക്കെ കഴിഞ്ഞാണ് ഇതാ നമ്മളെ ഹിസുട്ടിക്ക് ചായയൊക്കെ കൊടുക്കണം മദ്രസക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ബാവട്ടും മീസും കൂടി ഇവിടെ കുത്തിറങ്ങാൻ ചായ കുടിച്ചാണ്ട് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനിട്ടോ. അങ്ങനെ ഇതാ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ മാറ്റി ഒരുങ്ങി ഇതാ മദ്രസക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ബാവട്ടിയോളം മദ്രസക്കാണ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നേരെ അങ്ങാടിക്കാണ് പോയാണ്ട് ഓടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഓരങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹിസുട്ടിനും ബാവട്ടിനൊക്കെ പറഞ്ഞേച്ചാണ്ട് അപ്പോത്തിന് റിനും റിഫൊക്കെ മദ്രസക്ക് ഇട്ട് വന്നിട്ട് അപ്പോൾ ഓർക്കുള്ള ചായക്കണ്ട് എടുത്ത് വെച്ച് കൊടുത്താണ്. പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ മോറി വെക്കട്ടെ. ഇനിയിപ്പോൾ ഹിസുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ചോറാണ്ട് അടുപ്പത്ത് തീമിട്ടാണ് ഞാൻ വേഗം പോയാണ്ട് പാത്രങ്ങളൊക്കെ ഞങ്ങൾ മോറി എടുത്ത് വെക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ നമ്മൾ മോരെടുത്തതിന് ശേഷം അടുപ്പും വേദനയൊക്കെ തൊത്തി തുടച്ചിട്ടിട്ട് വേണം ഇനി അകടിച്ചേരാനൊക്കെ അങ്ങോട്ട് പോകാൻ. അകണ്ട് അടിച്ചേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയാക്കാറല്ലോ. അടിച്ചേരാൻ വേണ്ടിയിട്ടാ ഞാൻ ചൂരും കണ്ട് അങ്ങനെ സിറ്റൗട്ടിലെത്തിയപ്പോൾ ആ കടയിൽ ഇങ്ങനെ സ്കൂൾ ബസ് ഇങ്ങനെ പോകണം ഓരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വയത്തല വേറെയും വരും. അങ്ങനെ ഒരു 9:30 മണിയാവുമ്പോഴും സ്കൂൾ ബസ്സിൻ്റെയും സ്കൂൾ വണ്ടീൻ്റെയും തിരക്കേക്കാരട്ടോ നമ്മളെ ഈ റോട്ടുമ്മൽ. അപ്പോൾ ഇവിടെ നോക്കിയാണ് ഈ എറമ്പാള പണി അത്. ആ വാതിൽക്കട്ടിൻ്റെ അടിയിൽ പോയാണ്ട് കുത്തി ഓട്ടാക്കിയാണ്ട് ആ മണ്ണ് മുഴുവനും പുറത്തേക്കാണ് ചാടിച്ചത്. ജനാൽമലൊക്കെ ആണെങ്കിൽ ചെതലാളും വാതിലിൻ്റെ കട്ടിൻ്റെ നെറുവിലൊക്കെ ആണെങ്കിൽ ചെതലാളും. ഇങ്ങനെയൊക്കെ ഓരോരോ കാട്ടിക്കൂട്ടല്ലേ ചെതലാളും എറമ്പാളും കൂടിയിട്ട് ഓർക്കിപ്പോൾ പുറത്ത് ഓടിയൊന്നും കാട്ടാൻ വയ്യല്ലോ. എങ്ങനെ പെയ്തിട്ട് ഓടി കൂടിട്ടാനൊന്നും വയ്യല്ല. അപ്പോൾ ഒത്തൊക്കെ ഇങ്ങോട്ട് കയറിയൊക്കെയാണ് ഒരു വാതിൽമക്കും ജനാൽമക്കും. എന്നാലോ ഞമ്മക്കാണെങ്കിൽ ഇത് എന്നും തട്ടിക്കൊട്ടുന്ന പണി. പിറ്റേന്ന് നേരം വെക്കുമ്പോൾ അതേപോലെ ഓരങ്ങോട്ട് ആക്കി വെക്കുകയും ചെയ്യും. പിന്നെ വലൈക്കും അസ്സലാം. ഇതെന്താ കലിപ്പില ഹിസോ? ബാ എന്താ എനിക്ക് പറ്റിയേ? എക്സാം അല്ലേ? എക്സാമാണ്. എക്സാം എഴുതണ്ടേ?
വാ ഇങ്ങോട്ട് വാ വാ വന്നൂടെ ഇപ്പച്ചി വരുന്നുണ്ട് വാ ഇത് 2,000 ട്രിപ്പില് പോണേ ആ 2,000 ട്രിപ്പിൽ പോവാന് അങ്ങനെ ഹിസുട്ടി മദർസിട്ട് വന്ന് പിന്നെ ചായയൊക്കെ കൊടുത്താണ് മാറ്റി ഒരുക്കി റെഡിയാക്കി നിന്നപ്പോഴാണ് ഞാൻ സ്കൂൾക്ക് പോണില്ല എന്നേന്ന് പറയാൻ നുളച്ചാണ് അങ്ങോട്ട് നെറുക്ക് അങ്ങോട്ട് വണ്ടിയിരിക്കണം കേട്ടോ അപ്പോഴത്തിന് ഇതാ ബാവട്ടി സ്കൂൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തിയിട്ട് കേട്ടോ ബാവട്ടി ഇങ്ങനെ ഓൺ അടിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഓള് പോയിട്ടില്ല അടുത്ത ട്രിപ്പിൽ എന്താ പോവാത്ത പറഞ്ഞുണ്ടാ എന്തുകൊണ്ടാ പോവാത്തേ എന്താ പോവാത്തേ എക്സാമല്ലേ ആർക്കും എക്സാമല്ലേ നല്ല കുട്ടി ഇതിലൊക്കെ പഠിച്ചില്ല എൻ്റെ കുട്ടി ഇന്നെന്ത് പോവാത്ത എന്താ അതൊന്നും പറയാൻ പറ്റില്ല ചൂട്ടി വരി വാ പോവണം പച്ചി വരുമ്പോ പോയിക്കോട്ടോ അങ്ങനെ പിന്നെ ഹിസുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് പ്രശ്നങ്ങളെന്ന് പറയാനൊന്നുമില്ല ചെറിയ മക്കളല്ലേ ഇന്നലെ ഓള് സ്ലേറ്റിൽ എഴുതിയത് ഒരു കുട്ടി വായിച്ച് ഫുള്ള് ഓന് വായിച്ച് എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഓളെ പ്രശ്നം അപ്പോൾ ഞാൻ ഇന്ന് സ്കൂൾക്ക് പോകണില്ല എന്ന് പറഞ്ഞോളിച്ചാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർത്താണ് പിന്നെ ബോട്ടി ഓളെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തിട്ട് കേട്ടോ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ഒരു 200 മീറ്റർ അകലത്തിലാണ് കേട്ടോ നേഴ്സറി ഉള്ളത് അതുകൊണ്ട് പിന്നെ കുറേ ദൂരമൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടേക്കാറില്ലേ അപ്പോൾ അങ്ങനെ കൊണ്ടാക്കി കൊടുത്തിട്ടോ പിന്നെ ബോട്ടി വന്നപ്പോൾ പിന്നെ സ്കൂൾ ട്രിപ്പിന് വന്നപ്പോൾ തന്നെ മീനും കൊണ്ട് വന്നേക്കാണ്ട് രാവിലെ വാങ്ങി വെച്ചതാണ് അങ്ങാടിയിൽ പോന്നപ്പോഴേ വാങ്ങി വെച്ചാൽ ആ കൂന്തൽ മീനാണ് കേട്ടോ കൊണ്ടുവന്നത് ഇനിയത് മുറിച്ചാളി ഞാൻ കഴിക്കുന്നാക്കിയാണ്ട് ഇനിയിപ്പോൾ റിനുവിന് സ്കൂളുണ്ട് ഒക്കെ പിന്നെ കൂന്തൽ മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഓളെ സ്കൂൾക്ക് പോകുമ്പോഴത്തേന് അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി കൊടുത്താണ് ഓളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങട്ടെ അങ്ങനെ ബാവട്ടി സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അങ്ങാടിക്ക് പോകാൻ നിന്നപ്പോൾ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ എത്രയായിട്ട് തണുക്കണില്ല അപ്പോൾ പിന്നെ തണുക്കാനേ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കണമല്ലോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടായി ചേലായിരിക്കും ഇപ്പം അതില്ല ഞാനും വല്ലാത്ത ഗതികേടാണല്ലോ അപ്പോൾ അത് നന്നാക്കി കൊണ്ടിട്ടില്ലാണ്ട് ബാവട്ടി പോയപ്പോൾ ആ വണ്ടിയിൽ അതങ്ങോട്ട് കയറ്റാണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ പിന്നെ അപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് പണികൾക്കൊക്കെ കുറച്ച് നേരം വൈകിട്ടോ ഹിസുട്ടി നഴ്സറിക്ക് പോയപ്പം ഓളെ നിലവിളിച്ചലും അപ്പോൾ ഓളയും കൊണ്ട് നടന്ന് കുറച്ച് നേരം ഓളെ വയ്ത്തലെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വണ്ടിയിൽ കയറ്റി കൊടുക്കലും അത് കെട്ടിക്കൊടുക്കലും പിടിച്ചലൊക്കെ ആയപ്പം അങ്ങനെ സ്വീപ്പായി എന്തെങ്കിലുമൊക്കെ സ്വീപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ കണക്കായും ചെയ്തില്ല അതൊക്കെ കഴിഞ്ഞ് വന്നാണ് പിന്നെ ഞാൻ നേരെ കൂന്തൽ മീനാണ് മുറിച്ചൊന്നാക്കിയാണ് ഞാൻ വരട്ടിയെടുത്തത് അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അപ്പാടെ വീഡിയോ ഉൾപ്പെടുത്താൻ നേരം കിട്ടിയതുമില്ല ഇനി റിനുവിന് സ്കൂൾക്ക് പോകുമ്പോഴത്തേനും ഒക്കെ ചോറ് കൊടുക്കണം അപ്പം പിന്നെ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി തിരുമ്പാനോട് സർഫിലിട്ട് വെച്ചിന് ഇനി മുറ്റൊന്നാണ്ട് തോണ്ടിയെടുക്കും വേണം ഈ ഭാഗത്തുള്ള അങ്ങേപ്പുറത്തെ മുറ്റം പിന്നെ റിനു ആയിട്ട് അടിച്ചു തരും ചെയ്തതിന് ഓക്ക് പിന്നെ എക്സാം ആയതുകൊണ്ട് ഒക്കെപ്പാട് അടിച്ചു തരാനും നേരം കിട്ടിയതില്ല റിഫൂനാണെങ്കിൽ രാവിലെ എക്സാം ആയതുകൊണ്ട് ഈ ഭാഗം ഓളും അടിച്ചു തരിയതില്ല അപ്പം ഞാനിങ്ങനെ തുടക്കലാണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിച്ചു തരിട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ വൃത്തിയായി കിടക്കും ചെയ്തല്ലോ ചടി നമ്മളും അതിനകത്തൊന്നുമില്ല ഈ ചാമക്ക മരത്തുമെന്ന് വെക്കണ ഈ ഇലയൊക്കെ ഉള്ളൂ എന്നാലും അത് മഴ പെയ്ത് ഇങ്ങനെ ചീഞ്ഞ് കിടക്കുമ്പോഴേ ഒരു ഗതികേടാണ് കാണുമ്പോൾ അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് അടിച്ചേരാണ് വാരിലിട്ടെ എന്നിട്ട് വേണം തിരുമ്പാളതൊക്കെ പാടെ ഞാൻ സർഫിലിട്ടിട്ടെന്ന് പറഞ്ഞില്ല അതൊക്കെ നല്ല പുതിർന്നോളും അപ്പോൾ തന്നെ അതൊക്കെ തിരുമ്പിട്ടാണ് അയലുമൊക്കെ ചിക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ നമുക്ക് കൂടിയും കഴിഞ്ഞാൽ അവിടുത്തെ കയറിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ചോറും വെച്ചാൽ പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മുടെ ഊര ചാച്ചല്ലോ അപ്പോൾ ഒത്തിരി പിന്നെ ഓല് സ്കൂളിട്ട് അങ്ങോട്ട് വരും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അസ്സലാമു അലൈക്കും